ഹായ് ഫ്രണ്ട്സ്, സ്റ്റീയാൻ ഇൻറ്റീരിയേഴ്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് കട്ടിലുകളെക്കുറിച്ചാണ്. പലർക്കും അറിവില്ലാത്തതും എന്നാൽ തെറ്റിദ്ധാരണകൾ ഏറെയുമുള്ള വിഷയമാണ് കട്ടിലിൽ തലഭാഗം എവിടെയാണ് വെക്കേണ്ടത് എന്നുള്ളത്. നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്രയും വേഗം എത്തുന്നതിന് അത് ഉപകരിക്കും. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കട്ടിലിൽ തലഭാഗം എവിടെയാണ് വെക്കേണ്ടതെന്ന് പലർക്കും അറിയില്ല. ബെഡ്റൂമിൽ കട്ടിലിൻ്റെ തലഭാഗം വെക്കേണ്ട സ്ഥലം കിഴക്ക് ഭാഗത്തായാണ് വെക്കേണ്ടത്. കിഴക്ക് ഭാഗത്ത് തലഭാഗം വെക്കുവാൻ സാധിക്കാത്ത റൂമാണെങ്കിൽ ഒരു സെക്കൻഡ് ഒപ്പീനിയനായിട്ട് തെക്ക് ഭാഗത്ത് തല വെക്കാം. അതിനും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ നിങ്ങൾ സംശയം തോന്നാം, മറ്റുള്ള ഭാഗത്താണല്ലോ ഞാൻ തല വെക്കുന്നത്, എന്നിട്ട് എനിക്കൊരു കുഴപ്പവും ഇല്ലല്ലോ എന്ന്. കിഴക്ക് ഭാഗത്ത് തല വെക്കുവാൻ പറയുന്നത് ഞാനല്ല, വാസ്തുശാസ്ത്രമാണ് പറയുന്നത് കേട്ടോ. വിശ്വസിക്കേണ്ടവർക്ക് വിശ്വസിക്കാം, അല്ലാത്തവർക്ക് തള്ളിക്കളയാം. ചെറുപ്പക്കാർക്ക് ഒരുപക്ഷെ ഒന്നും സംഭവിക്കില്ലായിരിക്കും. പക്ഷേ 50 കഴിഞ്ഞവർ തീർച്ചയായും തലഭാഗം കിഴക്ക് ഭാഗത്ത് വെക്കുകയോ നിവൃത്തിയില്ല എങ്കിൽ തെക്ക് ഭാഗത്ത് വെക്കുകയോ വേണം. ഏറ്റവും ഉത്തമമായ സ്ഥലം എന്ന് പറയുന്നത് കിഴക്ക് ഭാഗം തന്നെയാണ്. അല്ല എങ്കിൽ നിങ്ങൾക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും. നിങ്ങളത് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാകാത്തത്. ഇനി അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മാറി കിടന്നൊന്ന് നോക്കും. എന്നിട്ട് എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണേ. ഈ വിഷയത്തിൽ ഒത്തിരി പറയാനുണ്ട്. സമയ പരിമിതി കൊണ്ട് തൽക്കാലം ഞാൻ പറയാൻ പറയുന്നുള്ളൂ. കട്ടിലുകൾ നമുക്ക് പല രീതിയിൽ പണിയാം. തടി കൊണ്ട് പണിയാം, പ്ലൈവുഡ് കൊണ്ട് പണിയാം, അതേപോലെ MDF എന്ന മെറ്റീരിയൽ ഉപയോഗിച്ച് പണിയാം. അങ്ങനെ പല പല മെറ്റീരിയൽ ഉപയോഗിച്ച് നമുക്ക് പണിയാൻ സാധിക്കും. പ്ലൈവുഡ് കൊണ്ടാണ് നമ്മൾ കട്ടിൽ പണിയുന്നതെങ്കിൽ നമുക്ക് അതിലൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ടാക്കാൻ സാധിക്കും. ബെഡ്ഷീറ്റ്, തലയണ, പുതപ്പ് അങ്ങനെയുള്ള സാധനങ്ങൾ ഈ സ്റ്റോറേജിൽ നമുക്ക് സൂക്ഷിച്ചു വയ്ക്കാൻ സാധിക്കും. നമ്മൾ കിടക്കുന്ന ബെഡ് ഒന്നായിട്ട് പൊക്കി അതിനുള്ളിൽ സാധനങ്ങൾ വെക്കുവാൻ നമുക്ക് സാധിക്കും. ഇങ്ങനെയുള്ള ബെഡുകൾ, പൊക്കുന്ന ബെഡുകൾ സ്റ്റോറേജ് ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു ചെറിയൊരു നെഗറ്റീവ് വശം എന്ന് പറയുന്നത് ബെഡിൻ്റെ തിക്നെസ്. കാരണം കുറച്ച് ബെഡുകളെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതുമാത്രമേ ഇതിൻ്റെ അകത്തൊരു പോരായികയായിട്ട് എനിക്ക് തോന്നിയുള്ളൂ. മറ്റുള്ളൊരു രീതി എന്ന് പറഞ്ഞാൽ ഡ്രോയറുകൾ, ചിത്രങ്ങളിൽ കാണുന്ന പോലെ ഡ്രോയറുകൾ പണിയാം. ഈ ഡ്രോയറുകൾ പണിയുകയാണെങ്കിൽ നമുക്ക് 6 ഇഞ്ചോ 8 ഇഞ്ചോ 12 ഇഞ്ചോ പൊക്കത്തിലുള്ള നല്ല ബെഡുകൾ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഏത് വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്രദമാവുകയാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അതേപോലെ എനിക്കൊന്ന് ലൈക്ക് ചെയ്യുക, കഴിയുമെങ്കിൽ കമൻറ്റും ചെയ്യുക.